പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിൽ പോയി യുവാവ് മരിച്ച സംഭവം കേരള പോലീസ് അന്വേഷിക്കണമെന്ന് കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഗോവ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും ലഹരി മാഫിയയുടെ പങ്കും സംഭവത്തിൽ അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ഗോവയിൽ പുതുവത്സരം ആഘോഷിക്കാൻ പോയി മരിച്ച സഞ്ജയുടെ മാതാപിതാക്കളാണ് ഗോവൻ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മർദ്ദനമേറ്റിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമായ അന്വേഷണം നടന്നില്ല. ഈ സാഹചര്യത്തിൽ കേരള പോലീസ് കേസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഗോവ ഈ അഞ്ജന പോലീസ് സ്റ്റേഷനിൽ ഒരു മേൽ നടപടികളും സ്വീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആളിനെ ഇടിച്ചു കൊന്നതാണ്, ആ ഇടി കാരണം മരിച്ചു പോയെന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഗോവ ഈ അഞ്ജന പോലീസ് സ്റ്റേഷനിൽ ഒരു മേൽനടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ DGPക്കും CMനും വാസവൻ സാറിനും പരാതി കൊടുത്തത്. കൊലപാതകത്തിൽ ലഹരി മാഫിയയുടെ ഇടപെടലും അന്വേഷിക്കണം. ഈ മയക്കുമരുന്ന് മാഫിയ അവിടെ ശക്തമായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായത് അങ്ങനെയാണ്. അത് ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. എന്നാലേ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് അത് മാറ്റം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഗവൺമെന്റ് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 29-നാണ് വൈക്കം കുലശേഖരമംഗലം സ്വദേശിയായ സഞ്ജയ് 2 കൂട്ടുകാർക്കൊപ്പം പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിൽ പോയത്. പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. DJ പാർട്ടിയുടെ സെക്യൂരിറ്റി ജീവനക്കാർ യുവാവിനെ മർദ്ദിച്ചു കൊന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ടോബി ജോൺസൺ, 24, കോട്ടയം.